ഹായ് എവരിവൺ. നമുക്കെല്ലാവർക്കും വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ. നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ ചെന്നിട്ട് വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും നേരിടുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ നഷ്ടമായിട്ട് അങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ച് ഈ ഒരു ഡ്രൈവിംഗ് എന്ന ആഗ്രഹം തന്നെ വേണ്ടാന്ന് വെക്കുന്നു. അപ്പം ഇതിനെങ്ങനെയാണ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക? ഈ പ്രോബ്ലത്തിന് ഞങ്ങൾ കണ്ടുപിടിച്ച ഞങ്ങളുടെ സൊല്യൂഷനാണ് ഞങ്ങളുടെ ഈ മിനി പ്രൊജക്റ്റ്. ഇറ്റ്സ് എ ഡ്രൈവിംഗ് സിമുലേറ്റർ. നിങ്ങൾക്കിത് കാണാൻ കഴിയുന്ന പോലെ ഇതിനകത്ത് നമ്മൾ ആർഡിനോ ലിയനാർഡോ എന്ന് പറയുന്ന ഒരു മൈക്രോ കൺട്രോൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ PS2 ജോയ്സ്റ്റിക്ക് മൊഡ്യൂൾസ് 2 ഉപയോഗിച്ചിട്ടുണ്ട്. അത് ആക്സിലേറ്റർ ബ്രേക്കായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റിയറിങ്ങിനായിട്ട് നമ്മൾ ഇതിൻ്റെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു 10K പൊട്ടൻഷ്യോമീറ്ററാണ്. ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആർഡിനോ മൈക്രോ കൺട്രോളിൽ നിന്ന് ഒരു വയർ നമ്മൾ നേരെ നമ്മുടെ ലാപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിലാണ്ടാണ് നമുക്ക് നമ്മുടെ റീഡിങ്സും കാര്യങ്ങളും നമ്മുടെ ജോയ്സ്റ്റിക്കും നമ്മുടെ സ്റ്റിയറിങ്ങും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ സ്റ്റിയറിങ് അനങ്ങുന്നതനുസരിച്ച് നമുക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ആ ഗ്രാഫിനകത്ത് ആ പ്ലോട്ടിൽ നിന്ന് ഹൊറിസോണ്ടലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. നമ്മുടെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യുന്നതനുസരിച്ച്. അതുപോലെ 2 ജോയ്സ്റ്റിക്ക് ബോർഡുകൾ നമുക്ക് കാണാം. അത് നേരെ നമ്മൾ താഴേക്ക് നമ്മുടെ ശരിക്കുമുള്ള ആക്സിലേറ്റർ ബ്രേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആക്സിലേറ്ററിലേക്ക് പ്രഷർ കൊടുക്കുമ്പോൾ നമ്മുടെ ജോയ്സ്റ്റിക്ക് മുമ്പോട്ടേക്ക് അനങ്ങും. ആ മുമ്പോട്ടേക്ക് അനങ്ങി നമ്മുടെ ഗ്രാഫിൽ നോക്കുമ്പോൾ ആ ഒരു ത്രോട്ടിലിങ്ങിൻ്റെ ആ ഒരു അനലൈസ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ബ്ലൂ കളറിലേക്ക് ആവുന്നത് അത് ആക്സിലേറ്റർ ഫുള്ളി അപ്ലൈ ചെയ്തെന്നുള്ളത് കാണിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ബ്രേക്കും നമ്മുടെ ഗ്രാഫിൽ നോക്കിയാൽ കാണാൻ പറ്റും ഒരു വെർട്ടിക്കൽ മോഷനാണ്. ഏറ്റവും ടോപ്പിലേക്ക് പോകുന്നതനുസരിച്ച് നമ്മൾ ബ്രേക്ക് ഏറ്റവും മാക്സിമം അപ്ലൈ ചെയ്തെന്നാണ് അതിനകത്ത് കാണിക്കുന്നത്.